ഓക്കെ. അപ്പൊ നെറ്റ് റിസീവബിൾസ് എന്ന് പറയുമ്പം എന്തോ ഒന്ന് ഡിഡക്ട് ചെയ്തിട്ടുള്ള റിസീവബിൾസ് എന്നാണെന്ന് അർത്ഥം. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പൊ ഡിഡക്ട് ചെയ്തത് എന്തായിരിക്കാം? ബാഡ് ഡെപ്റ്റ് ആയിരിക്കാം. മനസ്സിലായ? ഓക്കെ. അപ്പൊ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ അലവൻസ് ആയിരിക്കാം. അലവൻസ് എത്രയാന്നുള്ളത് നമുക്ക് എന്തില്ല, ഇപ്പൊ അറിയില്ല. But during the year 2006, Yanlin made sales on credit of 125,000, അല്ലേ? And received cash from credit customers amounting to 115,500, അല്ലേ? അപ്പം ആ കൊല്ലം വീണ്ടും സെയിൽ നടത്തിയിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽ തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? റിസീവബിൾസ് വീണ്ടും കൂടിയിട്ടുണ്ട്, അല്ലെ? അതേപോലെ എന്തും ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 115,500 എമൗണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? At 31st December 2006, Yanlin decided to write off debts of 7,100. ഇനി റിസീവബിൾസ് എത്ര റൈറ്റ് ഓഫ് ചെയ്യാനും വേണ്ടി തീരുമാനിച്ചു? 17,100 റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. Increase in specific allowance for receivables by 950 to 2,100. ഇനി സ്പെസിഫിക് അലവൻസ് എത്ര ഇൻക്രീസ് ചെയ്തു? 2,100 വരെ ആക്കി, അല്ലെ? ഇത്രയും ഓക്കെ ആണോടാ? അപ്പൊ എത്രയായിരിക്കും അലവൻസ് ഇൻക്രീസ് ചെയ്തത്? അക്കൊല്ലത്ത് എത്രയായിരിക്കും ഇൻക്രീസ് ആയിട്ടുണ്ടാവുക? ഈ 2,100 മൈനസ് 950 ചെയ്ത് എന്ത് കിട്ടും? എത്ര അക്കൊല്ലം ഇൻക്രീസ് ആയി എന്നുള്ള വാല്യൂ കിട്ടും, അല്ലെ? എത്രയാണ് വരുന്നത്? പറയടാ. 950 മൈനസ് 2,100 അല്ലെങ്കിൽ 2,100 മൈനസ് 950 ചെയ്യുമ്പോൾ 1,150, അല്ലെ? ഈ 1,150 ആണ് ഇൻക്രീസ് ആയത്, അല്ലെ? ഇതില് ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ. അപ്പൊ ആലോചിക്കണം, ഇത് ഇയറിന്റെ തുടക്കത്തിലുള്ള ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്നു, അലവൻസിന്റെ ആണ്. ഇത് ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു, അല്ലെ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ ഇതാണ് എന്ത്? ഇക്കൊല്ലത്തെ ചാർജ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? അപ്പൊ ഇക്കൊല്ലത്തെ ചാർജ് ആണെന്ത്? 12,000 എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അതായത് ഇക്കൊല്ലം ബിഗിനിങ് ഉണ്ടായ ചാർജ്. ഈ നെറ്റ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഈ 12,000 150 കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഈ 12,000. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഏതൊരു ഗ്രോസ് വാല്യൂനെയും നെറ്റിലേക്ക് ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ? എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഗ്രോസ് വാല്യൂ എന്തെങ്കിലും റെഡ്യൂസ് ചെയ്ത് എന്താവും? നെറ്റ് വാല്യൂ ആവും. അണ്ടർസ്റ്റുഡ്? ഓക്കെ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഒരു അസറ്റ്, ഗ്രോസ് അസറ്റ് നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് എന്ത് ചെയ്യും? അത് നെറ്റ് അസറ്റ് ആവും. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അതേപോലെ തന്നെ ഏത് ഗ്രോസ് വാല്യൂന്നും എന്തെങ്കിലും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? നെറ്റ് ആവും. ഈ ഒരു കേസിൽ നെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തുന്ന സംഭവം ഏതാണ്? അലവൻസ് ആണ്. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പൊ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവര് 150,000 $150 എന്ത് ചെയ്തിട്ടുണ്ടാവും? റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും 12,000 എത്തിയിട്ടുണ്ടാവുക, അല്ലെ? അണ്ടർസ്റ്റുഡ്? അപ്പൊ നിനക്ക് ഓപ്പണിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടി നീ എന്ത് ചെയ്താൽ മതി? ആ 100 and 150 തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മതി 12,000 കൂടെ. അണ്ടർസ്റ്റുഡ്? അപ്പൊ എത്ര കിട്ടും? 13,150 കിട്ടും. ഓക്കെ. ഇനി ഞാൻ എപ്പം പറയുന്ന ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 റൂൾ ഇല്ലേ, അതിനെ നമുക്കൊന്ന് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാലോ. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 റൂള് പൊതുവെ നമ്മൾ എന്താ പറയാ? ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയാ, അല്ലെ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ഒഴിവാക്കി മൈനസ് പ്ലസ് ആക്കി എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് 1ലുള്ള എന്തൊരു കാര്യവും കൂടുമ്പം ആഡ് ചെയ്യലും കുറയുമ്പം മൈനസ് ചെയ്യലും ആണ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പൊ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആക്ച്വലി ആഡ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ റിസീവബിൾസ് എന്താണ്? ഗ്രൂപ്പ് 1 ആണ്. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഗ്രോസ് റിസീവബിൾസ് എടുത്തു. കാരണം നെറ്റ് റിസീവബിൾസ് നമുക്ക് പറ്റത്തില്ല. അണ്ടർസ്റ്റുഡ്? നമുക്ക് എന്ത് വേണം? ഗ്രോസ് റിസീവബിൾസ് തന്നെ വേണം.
അപ്പൊ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഗ്രോസ് റിസീവബിൾസ് എടുത്തു. ക്ലിയർ അല്ലേ? ഇതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്ത സെയിൽസ് ആഡ് ചെയ്തു. എത്രയാണ്? 125,000. കാരണം എന്താ? കൂടിയില്ലേ? റിസീവബിൾസ് കൂടി എന്നുള്ള അർത്ഥത്തില്, ആ ഒരു ലോജിക്കില്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എത്ര പൈസ കിട്ടി? 115, 500 ഇക്കൊല്ലം കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് റിസീവബിൾസ് ആവോ? ഇല്ല. അണ്ടർസ്റ്റുഡ്? അതേപോലെ അവര് പറയുന്നുണ്ട് എന്താണ്? ബാഡ് ഡെപ്റ്റ് ആയിട്ട് അവർ ഇത്ര റൈറ്റ് ഓഫ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 7,100 അല്ലെ? ഇനി ഇതിൽ നിന്ന് നിനക്ക് കിട്ടുന്ന ബാലൻസ് ആയിരിക്കും എന്ത്? റിസീവബിൾസിന്റെ അവസാനത്തെ ഫിഗർ ഉണ്ടാവുക. ക്ലിയർ? അതായത് 31 December 2006 ഫിഗർ എത്താൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യും? ഇത്രയും കുറെ അങ്ങ് മൈനസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? വേറെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ എപ്പോഴും നമ്മള് ഡെബിറ്റ് ക്രെഡിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഡ്ജർ പോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലുപരി നിങ്ങൾ എന്തൊക്കെയാണ് ക്യാപിറ്റലിന് ആഡ് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 റൂൾ എന്താണ്? കൂടുന്നതൊക്കെ ഡെബിറ്റ് ചെയ്യുക, കുറയുന്നതൊക്കെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ ഈ ഒരു പ്രകാരം ഗ്രൂപ്പ് 1 പ്രകാരം കൂടുന്ന ഡെബിറ്റ് ഒക്കെ ആഡ് ചെയ്യുക, കുറയുന്ന ക്രെഡിറ്റ് ഒക്കെ മൈനസ് ചെയ്യുക. അങ്ങനെ ഒരു ലോജിക്ക് പിടിക്കുക. ഈ കേസിലാണെങ്കിലോ കൂടുന്ന ക്രെഡിറ്റ് ഒക്കെ പ്ലസ് ചെയ്യുക, കുറയുന്ന ഡെബിറ്റ് ഒക്കെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ഡി എടുക്ക. ഫോളോയിങ് ബാലൻസ് ഡി അല്ല, 230. ഓക്കെ, ഇവിടെ ആൻസർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒന്നിക്ക് ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കത്തെ ആൻസർ ബി ആണ് കിട്ടുക. കേട്ടാ? ഡി അല്ല, ബി ആണ്. ഓക്കെ. 230. The following balance relate to Putney Company. Receivables at 1st January 2008 തന്നിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ബാലൻസ്. ക്യാഷ് റിസീവ് ഫ്രം ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് തന്നിട്ടുണ്ട്. ഇതപ്പം പ്ലസ് ബാലൻസ് ആണ്, ഇത് മൈനസ് ബാലൻസ് ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി കോൺട്രാ ബാലൻസസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാ? കോൺട്രാ ബാലൻസസ് എപ്പോഴും കുറയ്ക്കുകയാണ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് ആണ് എഴുതുക അല്ലെ? അതേപോലെ ക്യാഷ് സെയിൽ റിസീവബിൾസിൽ എടുക്കുവോ? ഇല്ല. അണ്ടർസ്റ്റുഡ്? ഇർറിക്കവറബിൾ ഡെപ്റ്റ്സ് ആയത് എന്തായാലും എടുക്കണം. അലവൻസ് ആണ് എടുക്കാതിരിക്കുക. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഇനി ഇൻക്രീസ് ഇൻ അലവൻസ് ഫോർ റിസീവബിൾസ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. ഡിസ്കൗണ്ട്സ് റിസീവ്ഡ് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത്രയും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? എമൗണ്ട്സ് കിട്ടേണ്ടതാണ്. അണ്ടർസ്റ്റുഡ്? റവന്യൂ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ്? റവന്യൂ ഫിഗർ റിപ്പോർട്ടഡ് ബൈ പുട്നെ കമ്പനി ഇൻ ദ ഇയർ എൻഡഡ് 31 December 2008 ആണ്. എത്രയാണ് ടോട്ടൽ റവന്യൂ എന്നാ ചോദിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഇതില് മിസ്സിംഗ് ഫിഗർ ക്രെഡിറ്റ് സെയിൽസ് ആയിരിക്കും മിസ്സിംഗ് ഫിഗർ ആയിട്ട് വരിക. ക്ലിയർ? ഓക്കെ. അതായത് എഴുതുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ഈ ഒരു എമൗണ്ട്, പിന്നെ അതിന്റെ കൂടെ ശരിക്കും ഈ ക്രെഡിറ്റ് സെയിൽസ് മിസ്സിംഗ് ആണ് അല്ലെ? അപ്പൊ ക്രെഡിറ്റ് സെയിൽസ് ഇവിടെ വെക്കുക. ഇത് ആഡിങ് ഫിഗർ ആണ്. എന്നിട്ട് ബാക്കി എല്ലാം പ്ലസും മൈനസ് ആക്കിയിട്ട് എടുക്കുക നിങ്ങൾ. ഓക്കെ. അപ്പൊ ബാലൻസ് എന്തുണ്ട്? ക്ലോസിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ. ആ 4500 ഇവിടെ എഴുതി കൊടുക്കുക, 45,000 ഇവിടെ എഴുതി കൊടുക്കുക. അതിൽ മിസ്സിംഗ് ബാലൻസ് ഇതായിരിക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അറിയില്ലേ, പ്ലസും മൈനസ് ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എന്ത് കിട്ടും? എത്രയാണ് ടോട്ടൽ സെയിൽസ് എന്നുള്ളത് കിട്ടും. ക്ലിയർ? അതാണ് ക്രെഡിറ്റ് സെയിൽസ് കിട്ടും. അതാണ് ഇവർ ചോദിക്കുന്നത്. ആ ക്രെഡിറ്റ് സെയിലിന്റെ കൂടെ ക്യാഷ് സെയിൽസ് ആഡ് ചെയ്ത് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. അണ്ടർസ്റ്റുഡ്? പിന്നെ വരുന്നത്, നിങ്ങൾ പണ്ട് അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പം. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ മറ്റേ ബാഡ് ഡെപ്റ്റ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ന്യൂ പ്രൊവിഷൻ മൈനസ് ഓൾഡ് പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല? ഓർമ്മ ഉണ്ടോ?
ഓർമ്മ ഉണ്ടോ അത്? പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് എടുക്കുന്ന പ്രൊവിഷനെ പറ്റിയിട്ട് അത് ഓർമ്മയില്ല? നമുക്ക് ഓൾഡ് പ്രൊവിഷൻ കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയോ? കുറച്ച് കേൾക്കുന്നില്ല. നീ ഹെഡ്സെറ്റ് വെച്ചിട്ടല്ലേ? അല്ല, ഇപ്പഴും കേൾക്കുന്നില്ല? ചെറുതായിട്ടാ കേക്കുന്നേ, ചെറിയ ഒച്ച. വളരെ ചെറുതായിട്ടാ? ആ, വീണ് ഐപാഡ് അടിച്ചെന്ന്. ഓക്കെ, നിങ്ങൾ നോക്കാം. നമുക്ക് എത്രത്തോളം അതായത് എലവൻസ് എത്രത്തോളം P&L ട്രാൻസ്ഫർ ആയി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പുതിയ പ്രൊവിഷന് ഓൾഡ് പ്രൊവിഷൻ മൈനസ് ചെയ്താൽ മതി കേട്ടാ. ന്യൂ പ്രൊവിഷൻ അതായത് ന്യൂ അലവൻസ് ഓൾഡ് അലവൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് അക്കൊല്ലം ഇറിക്കവറബിൾ ഡെപ്റ്റ് ആയിട്ട് എത്രത്തോളം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കിട്ടും. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതേപോലെയാണ് ഈ കേസിൽ നമ്മൾ ചെയ്തത്. ഈ കേസിൽ ഓൾഡ് പ്രൊവിഷൻ തന്നിട്ടുണ്ട്, ന്യൂ പ്രൊവിഷൻ തന്നിട്ടുണ്ട്, നെറ്റ് റിസീവബിൾസും തന്നിട്ടുണ്ട്. നെറ്റ് ആയത് എന്താ കാരണം? ഇതിൽ നിന്ന് ഇറിക്കവറബിൾ ഡെപ്റ്റ് മൈനസ് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ? അപ്പൊ ഇറിക്കവറബിൾ ഡെപ്റ്റ് നമ്മൾ തിരിച്ച് ആഡ് ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് റിസീവബിൾസ് കിട്ടും, അതായത് ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അണ്ടർസ്റ്റുഡ്? ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ആ 100 and 150 ആണ് എന്ത്? ആ ഒരു ടൈം ഇവര് കൊടുത്തു വെച്ച അതായത് ഇറിക്കവറബിൾ ഡെപ്റ്റ് ആയിട്ട് SOP ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ട് ഓപ്പണിംഗ് ബാലൻസ് ആയ ഗ്രോസ് റിസീവബിൾസ് കണ്ടുപിടിച്ചത്. ക്ലിയർ? അപ്പൊ ഇതേ അപ്രോച്ച് ആണ് റിസീവബിൾസിന്റെ എല്ലാ ക്വസ്റ്റനിലും നിങ്ങൾ ട്രൈ ചെയ്യണ്ടേ. ഓക്കെ, അതായത് പ്ലസും മൈനസും ചിന്തിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ലെഡ്ജർ ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും റിസീവബിൾസ് എങ്ങനെയൊക്കെയാണ് കൂടുന്നത് കുറയുന്നതെന്ന് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാം. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? ഈ ഒരു സംഭവം ഞാൻ ലാസ്റ്റ് റിസോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാ. കാരണം ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലോജിക്കലി മാത്രമാണ് ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കില്ല ബാലൻസസ് വരിക. ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ആ ടൈമിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ട് രീതിയിലും പഠിപ്പിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? വേറെ